രാവിലെ മുട്ടക്കറി വെക്കാനായിട്ട് സവാള കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയുമോ, എൻ്റെ പുറം തൊലിക്ക് പകരം പുറം തൊലിയോടൊപ്പം അകത്തെ ഒരു തൊലിയും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ കളയുമല്ല, വിഷമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മാറുമല്ലോ എന്ന് തോന്നിയിട്ടാണ്. അത് കഴിഞ്ഞ് കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ കട്ട് ചെയ്ത സവാള, തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു 3-4 വിസിൽ അതങ്ങ് വേവിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും മസാലകളെല്ലാം ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടെ പോയിച്ചെടുക്കുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മുട്ടക്കറി ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് അതങ്ങ് സെറ്റാക്കി. ഇനി അപ്പം ഉണ്ടാക്കിയാണ്. ദോശക്കല്ലിൽ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നില്ല, പഞ്ഞി പോലത്തെ അപ്പമായിരുന്നു. മാവ് നല്ല സൂപ്പറാണെങ്കിൽ അപ്പം നല്ല പഞ്ഞി പോലെ നല്ല പ്ലഫി ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ചോറ് വയ്ക്കാനായിട്ട് കലത്തിൽ വെച്ചിരുന്ന വെള്ളം ചൂടായപ്പോഴേക്കും അതിൽ അരി കഴുകിയും ഇട്ട് കൊടുക്കുകയാണ്. അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടാണ് ബാക്കി അപ്പം കൂടെ ചുട്ടെടുത്തത്. അങ്ങനെ അപ്പം എല്ലാം ചുട്ടെടുത്തതിന് ശേഷം എനിക്കാണെങ്കിൽ കാപ്പി കുടിക്കണമെങ്കിൽ കട്ടൻ ചായയും കൂടെ വേണം. അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ട് അതിൽ വയണയില പിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് തേയിലയും ഇട്ടിട്ട് എടുത്തപ്പോഴേക്കും അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നല്ല മുട്ടക്കറിയും അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലത്തെ അപ്പമായിരുന്നു. അതും കട്ടൻ ചായയൊക്കെ വെച്ച് അതങ്ങ് കഴിച്ച് അപ്പോഴേക്കും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും ഒരു ജോലി കഴിയുമ്പോൾ ഒരു കുന്ന പാത്രങ്ങളാവും. അതെല്ലാം കൂടെ അങ്ങ് കഴുകി വെച്ചപ്പോഴേക്കും രാവിലത്തെ ജോലി അങ്ങ് കഴിഞ്ഞ്.